തദ്ദേശ തിരഞ്ഞെടുപ്പ് പ്രത്യേക പരിപാടി അങ്കത്തട്ട് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് എവനാണോ ഇംഗ്ലണ്ടിൽ നിന്നൊന്ന് പുതിയ MD? നമ്മുടെ ബാർബർ ബാലന്റെ മകൻ വേഷം മാറി വന്നതാണോ? സംശയിക്കണ്ട, ഞാൻ ബാർബർ ബാലന്റെ മകൻ തന്നെ. പക്ഷെ എന്റെ അച്ഛൻ എന്നെ പഠിപ്പിച്ചത് മിൽവോക്കി അക്കാദമി. മിൽവോക്കി അക്കാദമി, ദ റിയൽ മാർക്ക് ഓഫ് ഇംഗ്ലീഷ്, കോതമംഗലം. Classes for IELTS, OET, MOH, CGFNS, NCLEX RN and Spoken English. ഞാൻ എന്റെ മകനെയും മിൽവോക്കി അക്കാഡമിയിൽ IELTS ചേർത്തു. മക്കൾ അമേരിക്കയിലാണ്, ആസ്ട്രേലിയയിലാണെന്നൊക്കെ പറയുന്നതിലുമില്ലേ ഒരു സുഖം. മിൽവോക്കി അക്കാദമി, കോതമംഗലം. JJ ഗോൾഡൻ ഡയമണ്ട്സ് 2 പതിറ്റാണ്ടിന്റെ പ്രൗഢ പാരമ്പര്യവുമായി മധ്യകേരളത്തിലെ ഏറ്റവും വലിയ ലൈറ്റ് വെയ്റ്റ് ജ്വല്ലറി. ഏറ്റവും പുതിയ ലൈറ്റ് വെയ്റ്റ് സ്വർണ്ണാഭരണങ്ങളുടെ അതിവിപുലമായ കളക്ഷനുകൾ. 600 രൂപ മുതൽ തുടങ്ങുന്ന കുട്ടിമോതിരങ്ങൾ, 1000 രൂപ മുതൽ മൂക്കുത്തികൾ, 1 ഗ്രാമിൽ തുടങ്ങുന്ന ഡെയിലി വെയർ മാലകൾ, 2500 രൂപ മുതൽ കുട്ടിവളകൾ, 2 ഗ്രാം മുതൽ തുടങ്ങുന്ന സിംഗപ്പൂർ ഡിസൈൻ വളകൾ, 3 ഗ്രാം മുതലുള്ള പാദസരങ്ങൾ, 3 പവനിൽ തുടങ്ങുന്ന വെഡിംഗ് സെറ്റുകൾ, 3500 രൂപ മുതലുള്ള ഡയമണ്ട് ആഭരണങ്ങൾ, 92.5 ഇറ്റാലിയൻ വെള്ളി ആഭരണങ്ങൾ, കൂടാതെ 500 രൂപ മുതൽ തുടങ്ങുന്ന സ്വർണ്ണ സമ്പാദ്യ പദ്ധതിയിലൂടെ പണിക്കൂലിയും പണിക്കുറവുമില്ലാതെ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കുവാനുള്ള അവസരവും. JJ ഗോൾഡ് ഇപ്പോൾ എല്ലാ ഞായറാഴ്ചയും തുറന്നു പ്രവർത്തിക്കുന്നു. ഒപ്പം ജ്വല്ലറിക്ക് പിന്നിലായി അതിവിശാലമായ കാർ പാർക്കിംഗ് സൗകര്യവും ഒരുക്കിയിരിക്കുന്നു. സത്യസന്ധത അത് അനുഭവിച്ചു തന്നെ അറിയൂ. JJ ഗോൾഡൻ ഡയമണ്ട്സ്, ഓപ്പോസിറ്റ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ്, AM റോഡ്, കോതമംഗലം. ഇന്ന് നാം എത്തിയിരിക്കുന്നത് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് കോതമംഗലം നിയോജകമണ്ഡലം സെക്രട്ടറി ശ്രീ ഇക്ബാലിന്റെ സമീപത്താണ്. ഈ തെരഞ്ഞെടുപ്പിനെ മുസ്ലിം ലീഗ് UDFും ഏത് രീതിയിൽ കാണുന്നു എന്ന് നമുക്ക് അദ്ദേഹത്തോട് ചോദിച്ചറിയാം. നമസ്കാരം. നമസ്കാരം. ഈ വരുന്ന തെരഞ്ഞെടുപ്പിനെ ഏത് രീതിയിലാണ് മുസ്ലിം ലീഗ് നേരിടാൻ സജ്ജമായിരിക്കുന്നത്? എത്രത്തോളം വിജയ സാധ്യതകളുണ്ട്? എന്തൊക്കെയാണ് അഭിപ്രായം? ഈ വരുന്ന തെരഞ്ഞെടുപ്പ് ഐക്യ ജനാധിപത്യ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം വളരെ ശക്തമായ ഒരു തെരഞ്ഞെടുപ്പാണ്, വളരെ നിർണായകമായ തെരഞ്ഞെടുപ്പാണ്. കാരണം ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് കോതമംഗലത്ത് 24 സ്ഥാനാർത്ഥികളെയാണ് ഇപ്രാവശ്യം ഞങ്ങൾ ഇറക്കിയിട്ടുള്ളത്. 23 ഗ്രാമപഞ്ചായത്തുകളിലേക്കും 1 ബ്ലോക്കിലേക്കും ശക്തമായ ഒരു തെരഞ്ഞെടുപ്പ് ആണ് കോതമംഗലത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. 24 സ്ഥാനാർത്ഥികളും ജയിക്കാനുള്ള ഒരു അവസ്ഥ നിലവിലുണ്ട്. കാരണം കേരളമൊട്ടുക്കും ഭരണവിരുദ്ധ വികാരം ശക്തമാണ്. ഇടത് ജനാധിപത്യ മുന്നണി അവരെ കൊണ്ട് കഴിയുന്നതിൻ്റെ മാക്സിമം അവർ ഈ നാടിന് മുച്ചൂടും അവർ നശിപ്പിച്ചു കഴിഞ്ഞു. വീണ്ടും തിരിച്ച് നമ്മൾ കോതമംഗലത്തേക്ക് വന്നാൽ കോതമംഗലത്ത് 10 വർഷക്കാലമായിട്ട് ഒരു MLA അദ്ദേഹത്തെ കൊണ്ട് സാധിക്കുന്നിടത്തോളം അദ്ദേഹം ആ വിഷയത്തിൽ വളരെ പരാജയമാണ്. പൊതുവെ എല്ലാ മേഖലകളിലും UDF വളരെ ശക്തമായിട്ട് ഐക്യത്തോടെയാണ് കൊണ്ടുവരുന്നത്. സാധാരണക്കാരുപരി ശക്തമായ ഐക്യത്തോടു കൂടിയാണ് മുന്നോട്ട് പോകുന്നത്. മുഴുവൻ ഘടകകക്ഷികളും ചേർന്ന് ഇത്തവണത്തെ ഇലക്ഷനിൽ ഏറ്റവും നല്ല ഒരു വിജയം കരസ്ഥമാക്കണമെന്നുള്ള നിലയിൽ തന്നെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. തീർച്ചയായും കോതമംഗലത്ത് ശക്തമായ ഒരു തിരിച്ചുവരവുണ്ടാവും. ത്രിതല പഞ്ചായത്തിലും ഒപ്പം നിയമസഭയിൽ ഒരു തിരിച്ചുവരവുണ്ടാകുന്ന ശക്തമായി നമ്മൾ ആ നിലയിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ലീഗിന്റെ കൂടുതൽ സാന്നിധ്യങ്ങൾ ഉള്ളത് ഏതെല്ലാം മേഖലകളിലായിരിക്കും? പ്രത്യേകിച്ച് ഏതെങ്കിലും മേഖലകൾ പറയാൻ പറ്റും? നിലവിൽ പല്ലാരിമംഗലത്ത് 9 വാർഡുകളിലേക്കും അതുപോലെ പല്ലാരിമംഗലത്ത് തന്നെ ഒരു ബ്ലോക്ക് സ്ഥാനാർത്ഥി ശക്തനായ സ്ഥാനാർത്ഥിയാണ്. മറ്റേ ഹരിജൻ സംവരണമാണ്. രാജേഷ് ശക്തനായ മിടുക്കനായ കാൻഡിഡേറ്റിനാണ് മുസ്ലിം ലീഗ് അണിനിർത്തിയിട്ടുള്ളത്. ഒപ്പം തന്നെ പല്ലാരിമംഗലം പഞ്ചായത്തിലെ മറ്റ് 9 സ്ഥാനാർത്ഥികളും ഒന്നിനൊന്ന് മെച്ചത്തിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ തൊട്ടടുത്ത് വരുന്ന നെല്ലിക്കുഴി പഞ്ചായത്താണ്. നെല്ലിക്കുഴി പഞ്ചായത്തിലും ശക്തമായ സാന്നിധ്യമുണ്ട്. നെല്ലിക്കുഴി പഞ്ചായത്തിൽ മത്സരിക്കുന്ന 4 പേരുണ്ട്. മത്സരിക്കുന്നത് തീർച്ചയായും 4 പേരും ജയിക്കും. ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയും മുസ്ലിം ലീഗിന്റെ ബാനറിലുണ്ട്. അവിടെയും ശക്തമായ വിജയം ഉണ്ടാവുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. പിന്നെ വരുന്ന കവളങ്ങാട് പഞ്ചായത്തിലാണ്. കവളങ്ങാട് പഞ്ചായത്തിലെ 2 വാർഡുകളിലാണ് മത്സരിക്കുന്നത്. അതിൽ ഒരു വാർഡ് പുത്തൻകുരിശിലും ഒരു വാർഡ് തേങ്കോടുമാണ് മത്സരിക്കുന്നത്.
രണ്ട് കാൻഡിഡേറ്റ്സും ഒന്നിനൊന്ന് മെച്ചമാണ്. കോട്ടപ്പടി പഞ്ചായത്തിൽ ശക്തമായ 2 സ്ഥാനാർത്ഥികളാണുള്ളത്. അതുപോലെ തന്നെ വാരപ്പെട്ടി പഞ്ചായത്തിലും ശക്തമായ 2 സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്നു. പിണ്ടിമന ഞങ്ങൾക്ക് ഇതംപ്രദമായിട്ട് ഏറ്റവും പുതിയതായിട്ട് ഞങ്ങൾക്കൊരു സ്ഥാനാർത്ഥി കൂടി കൂട്ടിയിട്ടുണ്ട്. അതിൻ്റെ ഒരു സന്തോഷം ഞങ്ങൾ മുന്നണിയോടും അതുപോലെ തന്നെ ഐക്യ ജനാധിപത്യം മുന്നണി എന്ന സംവിധാനത്തോടും ഞങ്ങൾക്ക് അതിനുള്ള കടപ്പാടും ഒരു സ്നേഹവും ബന്ധവും ഞങ്ങൾ എല്ലാ കാലവും സൂക്ഷിക്കും. ഐക്യജനാധിപത്യ മുന്നണി ഏകകണ്ഠമായി തെരഞ്ഞെടുപ്പ് നേരിടുന്നു എന്ന് പറയുമ്പോഴും നിരവധി സ്ഥലങ്ങളിൽ റിബൽ ഭീഷണി ഉയർന്നു വന്നിട്ടുണ്ട്. റിബലായിട്ട് സ്ഥാനാർത്ഥികൾ മുന്നണി വിട്ട് മത്സരിക്കുന്ന സാഹചര്യം കാണാനിടയാവുന്നു. അത്തരത്തിൽ ലീഗിന് ഏതെങ്കിലും രീതിയിൽ ഭീഷണിയുണ്ടോ? ഐക്യജനാധിപത്യക്ക് ഏതെങ്കിലും ഭീഷണിയുണ്ടോ? ഒരിക്കലും മുസ്ലിം ലീഗിനെ സംബന്ധിച്ചോളം ഒരു സ്ഥലത്തും ഒരു റിബലിന്റെ ശല്യം ഇതുവരെ ഇല്ല. അതുപോലെ തന്നെ താരതമ്യേന സാധാരണ ഉണ്ടാകുന്നത് പോലെ ഒരു റിബൽ ശല്യം ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിട്ടേ ഇല്ല എന്ന് തന്നെ നമുക്ക് പറയാം. ശക്തമായ നിലയിൽ നമ്മുടെ UDFന്റെ നേതൃത്വം വളരെ ശക്തമായ നിലയിൽ ആ വിഷയത്തിൽ ഇടപെട്ടിട്ടുണ്ട്. അവരുടെ ജോലി അവർ കൃത്യമായി അവർ പൂർത്തീകരിച്ചിട്ടുണ്ട്. ആ നിലയ്ക്ക് ഒരു നിലയിലും ഒരു റിബൽ ശല്യം ഉണ്ടാവാൻ ഇനി മുന്നോട്ട് നമ്മൾ സമ്മതിക്കില്ല. 13-ാം തീയതി റിസൾട്ട് വരുമ്പോൾ ഐക്യജനാധിപത്യ മുന്നണിക്കും അതോടൊപ്പം നിൽക്കുന്ന ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിനും ഭരണം കൈയാളാൻ സാഹചര്യം വന്നാൽ ഈ പ്രദേശങ്ങളിൽ ഏതെങ്കിലും രീതിയിൽ പ്രത്യേകമായ ഏതെങ്കിലും വികസന പ്രവർത്തനങ്ങൾ കൊണ്ടുവരുവാൻ കഴിയുമെന്ന ഒരു പ്രകടന പത്രിക പോലെ എന്തെങ്കിലും പറയാനുണ്ടോ? ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് നല്ല ഉറപ്പുണ്ട്. കോതമംഗലം നിയോജകമണ്ഡലത്തിന്റെ മുഴുവൻ പഞ്ചായത്തുകളിലും മുനിസിപ്പാലിറ്റിയിലും ഐക്യ ജനാധിപത്യ മുന്നണി തിരിച്ചു വരും. കാരണം ഇവിടെ ഭരണവിരുദ്ധ വികാരം ശക്തമാണ്. അതുപോലെ ശബരിമല പോലുള്ള വിഷയങ്ങൾ വളരെ സജീവമായി നാട്ടിൽ നിൽക്കുന്നു. സാധാരണക്കാരായ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഞാനൊരു മുസ്ലിമാണ്, പക്ഷെ എനിക്കും ശബരിമല എൻ്റെ ഒരു ജീവിതത്തിന്റെ ഭാഗമായി ഞാൻ കാണുന്നു. അതുപോലെ മുഴുവൻ ആളുകളും ശബരിമലയെ വളരെ ഒരു പവിത്രമായി കാണുന്ന ആ ശബരിമലയെ ഇവരുടെ ഈ പറഞ്ഞ കള്ളത്തരത്തിനും കൊള്ളയ്ക്കും ഒരു വേദിയാക്കിയത് കൊണ്ട് മുഴുവൻ ആളുകളും ഓരോ വിഷയത്തിലും, അതല്ലാത്ത പല വിഷയങ്ങളുണ്ട്, ഓരോ വിഷയത്തിലും ഐക്യജനാധിപത്യ മുന്നണിയിലെ പ്രവർത്തകർ ശക്തമായി തിരിച്ചടിക്കാനും ശക്തമായി വോട്ട് ചെയ്യാനും സാധ്യതയുണ്ട്. അങ്ങനെ ഒരു ഭരണം വന്നാൽ ഈ വരുന്ന അസംബ്ലി തെരഞ്ഞെടുപ്പിലേക്കുള്ള ഒരു തിരിച്ചുവരവായി അതിനെ ഞങ്ങൾ കാണുന്നു. തീർച്ചയായും അസംബ്ലി തെരഞ്ഞെടുപ്പിലൂടെ നമുക്കൊരു വിജയം വന്നാൽ കോതമംഗലം നിയോജകമണ്ഡലത്തിലെ സർവ്വതോന്മുഖമായ പുരോഗമനത്തിനും അത് വഴിവെക്കും എന്നതിന് ഉറപ്പുണ്ട്. ആ നിലയിൽ എല്ലാ നിലയിലും നമ്മൾ ശക്തമായി ആ വിഷയത്തിൽ സാധാരണക്കാരായ ജനങ്ങളുടെ കൂടെ ഉണ്ടാവും, പാവപ്പെട്ട ജനങ്ങളുടെ കൂടെ ഉണ്ടാവും, വിശ്വാസികളുടെ കൂടെ ഉണ്ടാവും. എനിക്കറിയാൻ മേല. സ്ഥാനാർത്ഥികളൊക്കെ വന്നോ? എല്ലാവരും വന്നില്ല, ഓരോരുത്തരൊക്കെ വന്നുകൊണ്ടിരിക്കുന്നു. കിരമ്പാറ പഞ്ചായത്ത് ചൂടില്ല, എന്നാ പറ്റിയേ? ഇനിയിപ്പോ നാളെ പോലെ ചൂടാവുമായിരിക്കും അല്ലേ? നാളെ ചേട്ടാ എങ്ങനെയുണ്ട് ഇലക്ഷനൊക്കെ? ഒരുവിധം അങ്ങ് നടന്നു പോകണം, അത്രേ ഉള്ളൂ. ഒന്നും കൃത്യമായിട്ട് പറയാൻ പറ്റില്ല. ഇവിടെ കീരമ്പാറ പഞ്ചായത്തിൽ ഏത് മുന്നണി പറയാനൊക്കെ സാധ്യത? ഒന്നും ഇപ്പൊ പറയാറായിട്ടില്ല. ബ്ലോക്ക് ജില്ലയൊക്കെ ഒന്നും അതിനെ കുറിച്ച്. സ്ഥാനാർത്ഥികൾ എങ്ങനെയുണ്ട് ഇവിടെ? സ്ഥാനാർത്ഥികൾ നല്ല സ്ട്രോങ്. ഏത് പാർട്ടിയുടെ? രണ്ടു കൂട്ടരും എല്ലാവരും ഇപ്പൊ നല്ല സ്ട്രോങ് ആണ്. ഇനിയിപ്പോ എങ്ങനെയൊക്കെയാ കാര്യങ്ങൾ വരണമെന്നൊന്നും അറിയില്ലല്ലോ. എങ്ങനെയുണ്ട് ഇലക്ഷൻ കീരമ്പാറ പഞ്ചായത്ത്? കഴിഞ്ഞ വർഷത്തെ അത്രയും സെറ്റപ്പ് ഒന്നും ആയിട്ടില്ല, ആവശ്യമായിട്ടില്ല. എല്ലാം എളുപ്പമായിട്ടാണ്. ഒന്ന് മത്സരിക്കാൻ സ്ഥാനാർത്ഥിമാരെ കിട്ടാനുള്ള ബുദ്ധിമുട്ട്, പിന്നെ 50% സംവരണം എത്തിക്കോ വനിതകളെ കിട്ടാൻ തീരില്ല. കിട്ടാനില്ല എന്ന് പറയുമ്പോൾ മറ്റു പല സ്ഥലങ്ങളിലും സീറ്റ് കിട്ടാത്തതിന്റെ പേരിൽ ആളുകൾ റിബലൊക്കെയാ. ആ സ്ഥാനാർത്ഥികളുടെ എണ്ണം കൊണ്ടല്ലോ. ഇവിടെ കുഴപ്പമാണോ? ഇവിടെ കിരമ്പാറ പഞ്ചായത്ത് സംബന്ധിച്ച് അവന് വിഷയങ്ങളൊന്നുമില്ല. സ്ഥാനാർത്ഥികൾക്ക് അത്രയും പ്രശ്നങ്ങൾ ആരും അതിന് വലിയ കാര്യമായിട്ട് വന്നിട്ടില്ല വാർഡുകളിലൊന്നും. കിരമ്പാറ പഞ്ചായത്തിൽ ഏത് മുന്നണി അധികാരത്തിൽ വരാനാണ് സാധ്യത? കിരമ്പാറ പഞ്ചായത്ത് സംബന്ധിച്ച് ഐക്യജനാധിപത്യ മുന്നണിയുടെ കുത്തക പഞ്ചായത്താണ്. കഴിഞ്ഞ വർഷം ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിനെ വെച്ച് LDF-ന് ആദ്യത്തെ 2 വർഷം അധികാരം കിട്ടി. തുടർന്ന് ഒരു ഉപതെരഞ്ഞെടുപ്പിലൂടെ UDF വീണ്ടും ഭരിക്കുന്നു. ഇപ്പൊ വനിതകളിൽ കൂടുതലേ ആണുങ്ങൾ ഇവിടെ മെയിലായിട്ട് കുറച്ചല്ലേ ഉള്ളൂ. വനിതകൾ കൂടുതലായതുകൊണ്ട് അത്ര ഇതായിട്ടില്ല. വനിതകൾക്ക് സംവരണം വേണ്ടെന്നാണ് അഭിപ്രായം? അല്ല, വേണം. വനിതാ സംവരണം വേണമല്ലോ. സംവരണം അല്ല, വനിതകളല്ല, അത് ഈക്വലായിട്ട് വേണം. സ്ത്രീകളും വേണം, പുരുഷന്മാരും. എങ്ങനെയുണ്ട് ഇവിടെ ഏത് മുന്നണി അധികാരത്തിൽ വരാനാണ് സാധ്യത കീരമ്പാറ പഞ്ചായത്ത്? അങ്ങനെ ഇപ്പൊ ഒന്നും പറയാൻ പറ്റില്ല കേട്ടോ. എങ്ങനെയുണ്ട് സ്ഥാനാർത്ഥികളൊക്കെ? അതിൽ കുഴപ്പമില്ല, എല്ലാം തന്നെ. ബ്ലോക്ക് പഞ്ചായത്തും ജില്ലാ പഞ്ചായത്തൊക്കെ എങ്ങനെയുണ്ട്? അതെ, ബ്ലോക്ക് പഞ്ചായത്തും ജില്ലാ പഞ്ചായത്തും ആണെങ്കിലും നല്ല സ്ഥാനാർത്ഥികളാണ്. പിന്നെ ഇനിയിപ്പോ ആളുകളുടെ കയ്യിലാണ് ആര് ജയിപ്പിക്കണം എന്നുള്ളത് അവരുടെ കയ്യിലായിരിക്കുന്നത്. നമുക്കത് പറയാൻ പറ്റില്ല. കുഴപ്പമില്ല, അടിപൊളിയായിട്ട് പോകും. കീരമ്പാറ നല്ല ചൂടായോ? ചൂടായിക്കൊണ്ടിരിക്കണം. അല്ല, ഏത് മുന്നണി അധികാരത്തിൽ വരുന്ന പ്രതീക്ഷിക്കണ കീരമ്പാറ പഞ്ചായത്ത്? അതിപ്പോ രണ്ടുപേർക്കും തുല്യമായിട്ട് നിൽക്കണം. എങ്ങനെയാന്ന് പറയാൻ പറ്റില്ലല്ലോ. ബ്ലോക്ക് ജില്ലയൊക്കെ എങ്ങനെയുണ്ട്? ഒന്നും ഇതിനെ കുറിച്ച് ഒന്നും പറയാൻ പറ്റില്ല.
ചേട്ടാ എങ്ങനെയുണ്ട് ഇലക്ഷൻ? പക്ഷെ കുഴപ്പമില്ല. കുഴപ്പമില്ല. ഏത് മുന്നണി വരാനാ സാധ്യത? അത് LDF ഭരണത്തിൽ വരാനാണ് സാധ്യത. എന്തുകൊണ്ടാണ്? സ്ഥാനാർത്ഥിയുടെ സ്ഥാനാർത്ഥിയുടെ മികവാണ് ഏറ്റവും കൂടുതൽ. നല്ല കരുത്തുള്ള സ്ഥാനാർത്ഥിമാരാണ് നിൽക്കുന്നത്. അങ്ങനെ അതുകൊണ്ടാണ് LDF ഭരണത്തിൽ വരുമെന്ന് പറയാൻ കാരണം. ഇലക്ഷൻ എങ്ങനെയുണ്ട്? തിരക്കേടില്ല. എങ്ങനെയുണ്ട്? സ്ഥാനാർത്ഥികളൊക്കെ അടിപൊളിയാണോ? പ്രചരണമൊക്കെ എങ്ങനെയുണ്ട്? പഴയ പോലുള്ള ചൂടും ഒക്കെ വന്നോ? ഉണ്ട്. ഇവിടെ ആര് ഭരണത്തിൽ വരാനാ സാധ്യത? ഇവിടെ ഭരണത്തിൽ ആര് വരാനാ സാധ്യത? NDF-നാണ് സാധ്യത. LDF-ന് സാധ്യത കൂട്ടി കിടക്കുന്ന NDF-നാണ്. ഇവിടെ ഏത് മുന്നണി വരുമെന്ന് പ്രതീക്ഷിക്കണേ? ഇവിടെ എല്ലാവരും ജയിക്കുന്നാണല്ലോ പറയണത്. ഇപ്പൊ സാധ്യത ഇപ്പൊ കാണുന്നത് UDF ആണ് കാണുന്നത്. മുമ്പ് UDF തന്നെയായിരുന്നു ഇവിടെ. അതെ. കാവളങ്ങാട് പഞ്ചായത്ത് എങ്ങനെയുണ്ട്? ഇവിടെ ആര് ജയിക്കും? ഇവിടെ ആര് ജയിക്കും ചോദിച്ചാൽ ഇപ്പൊ കൃത്യമൊന്നുമില്ല. എല്ലാവർക്കും ഒരുപോലെ പോടും. കുഴപ്പമില്ല. കാവളങ്ങാട് പഞ്ചായത്താ. കാവളങ്ങാട് പഞ്ചായത്ത് നല്ല ചൂടിലാണ്. എങ്ങനെയുണ്ട് ഇലക്ഷൻ മൊത്തത്തിൽ? ആരും ഏത് മുന്നണി അധികാരത്തിൽ വരാനാ സാധ്യത? UDF അധികാരത്തിൽ വരാനാണ് സാധ്യത. ഇവിടെ ഇത് രണ്ടാം വാർഡല്ലേ? എങ്ങനെയുണ്ട് ഇവിടെ? ഇവിടെ നല്ല മത്സരമാണ് നടക്കുന്നത്. കടുപ്പനാണ്. മറുമാറ്റമുണ്ട്. LDF-ലേക്ക് കിട്ടും. 100%. എന്തുകൊണ്ടാ കാരണം? കാരണം പലതുണ്ട്. ഈ UDF-ന് റിബൽ സ്ഥാനാർത്ഥികൾ വന്നതും അല്ലെങ്കിൽ പാർട്ടി മാറുന്നതൊക്കെ വിഷയമാണ്. അങ്ങനെയുണ്ട്. അറിയില്ലപ്പോ അങ്ങനെ പറഞ്ഞു എനിക്ക് എങ്ങനെയുണ്ട് അവിടെ? ടൈറ്റ് മത്സരമാണ്. ഏത് മുന്നണി വരാനാ സാധ്യത അവിടെ? രണ്ടും പ്രസിഡന്റ്മാരല്ലായിരുന്നോ? ഇവരൊക്കെ അതൊന്നും എങ്ങനെയൊക്കെ പറയാൻ പറ്റാം. രണ്ടും നല്ല കട്ടക്കല്ലാണ്. പെരുമാർ തന്നെ. പിന്നെ UDF-നാണ് അവിടെ UDF-നാണ് ഇച്ചിരി ഒരു ഇത് ഉള്ളത്. സ്ഥാനാർത്ഥികളൊക്കെ വന്നോ? വീട്ടില് വന്നോ? ആര് ജയിക്കും ഇപ്പൊ? അതൊക്കെ ദൈവത്തിന് അറിയാം. അതെ. അല്ലാതെ നമുക്കറിയാൻ പറ്റില്ല ഒന്നും. വോട്ട് ചെയ്യാൻ പോണ്ടേ? വോട്ട് ചെയ്യാൻ ഞാൻ വോട്ട് ആദ്യം മുതൽ വോട്ടിന് വന്നപ്പോ വോട്ട് ചെയ്യുന്നതാ. JJ ഗോൾഡൻ ഡയമണ്ട്സ് 2 പതിറ്റാണ്ടിന്റെ പ്രൗഢ പാരമ്പര്യവുമായി മധ്യ കേരളത്തിലെ ഏറ്റവും വലിയ ലൈറ്റ് വെയ്റ്റ് ജ്വല്ലറി. ഏറ്റവും പുതിയ ലൈറ്റ് വെയ്റ്റ് സ്വർണ്ണാഭരണങ്ങളുടെ അതിവിപുലമായ കളക്ഷനുകൾ. 600 രൂപ മുതൽ തുടങ്ങുന്ന കുട്ടിമോതിരങ്ങൾ, 1000 രൂപ മുതൽ മൂക്കുത്തികൾ, 1 ഗ്രാമിൽ തുടങ്ങുന്ന ഡെയിലി വെയർ മാലകൾ, 2500 രൂപ മുതൽ കുട്ടിവളകൾ, 2 ഗ്രാം മുതൽ തുടങ്ങുന്ന സിംഗപ്പൂർ ഡിസൈൻ വളകൾ, 3 ഗ്രാം മുതലുള്ള പാദസരങ്ങൾ, 3 പവനിൽ തുടങ്ങുന്ന വെഡിംഗ് സെറ്റുകൾ, 3500 രൂപ മുതലുള്ള ഡയമണ്ട് ആഭരണങ്ങൾ, 92.5 ഇറ്റാലിയൻ വെള്ളിയാഭരണങ്ങൾ, കൂടാതെ 500 രൂപ മുതൽ തുടങ്ങുന്ന സ്വർണ്ണ സമ്പാദ്യ പദ്ധതിയിലൂടെ പണിക്കൂലിയും പണിക്കുറവുമില്ലാതെ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കുവാനുള്ള അവസരവും. JJ ഗോൾഡ് ഇപ്പോൾ എല്ലാ ഞായറാഴ്ചയും തുറന്നു പ്രവർത്തിക്കുന്നു. ഒപ്പം ജ്വല്ലറിക്ക് പിന്നിലായി അതിവിശാലമായ കാർ പാർക്കിംഗ് സൗകര്യവും ഒരുക്കിയിരിക്കുന്നു. സത്യസന്ധത അത് അനുഭവിച്ചു തന്നെ അറിയൂ. JJ ഗോൾഡൻ ഡയമണ്ട്സ്, ഓപ്പോസിറ്റ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ്, AM റോഡ്, കോതമംഗലം. എവനാണോ ഇംഗ്ലണ്ടിൽ നിന്ന് പുതിയ MD? നമ്മുടെ ബാർബർ ബാലന്റെ മകൻ വേഷം മാറി വന്നതാണോ? സംശയിക്കണ്ട, ഞാൻ ബാർബർ ബാലന്റെ മകൻ തന്നെ. പക്ഷെ എന്റെ അച്ഛൻ എന്നെ പഠിപ്പിച്ചത് മിൽവോക്കി അക്കാദമി. മിൽവോക്കി അക്കാദമി, ദ റിയൽ മാർക്ക് ഓഫ് ഇംഗ്ലീഷ്, കോതമംഗലം. Classes for IELTS, OET, MOH, CGFNS, NCLEX RN and Spoken English. ഞാൻ എന്റെ മകനെയും മിൽവോക്കി അക്കാഡമിയിൽ IELTS ചേർത്തു. മക്കൾ അമേരിക്കയിലാണ്, ഓസ്ട്രേലിയയിലാണെന്നൊക്കെ പറയുന്നതിലുമില്ലേ ഒരു സുഖം. മിൽവോക്കി അക്കാദമി, കോതമംഗലം.